താല്പര്യം നല്ല കാര്യങ്ങൾ മാത്രമേ അങ്ങോട്ട് ചെയ്തിട്ടുള്ളൂ. അല്ലാത്തൊരു കാര്യത്തിൽ ഇടപെട്ടിട്ടില്ല, ചെയ്തിട്ടുമില്ല. ദോഷം തന്നെ ഒരു കാര്യങ്ങളും സതീശൻ ചെയ്തിട്ടില്ല ഇത്രയും വർഷമായിട്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ജനങ്ങൾ ഇത്രയും 25 വർഷമായിട്ട് ഇവിടുത്തെ സിറ്റിംഗ് MLA ആണ്. അങ്ങനെ ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തന്നെ വരണമെന്നുള്ള താല്പര്യക്കാരനാണ് ഞാൻ. പിണറായി വിജയൻ അത്ര മോശക്കാരനാണെന്നൊന്നും അഭിപ്രായമില്ല. പക്ഷെ പൊതുജനങ്ങളുടെ ഒരു ഇതിൽ വന്നപ്പോൾ ശബരിമല വിഷയം നല്ലൊരു വിഷയമായി പ്രതിപക്ഷം അതിനെ മുതലെടുത്തു എന്നുള്ളതാണ് സത്യം. അതൊരു ഭയങ്കര ഒരു വീഴ്ച ഭരണപക്ഷത്തിനുണ്ടായി. വലിയ കുഴപ്പമില്ലാതെ പോട് അത്ര മോശ അഭിപ്രായമല്ല, ഒരു നല്ല അഭിപ്രായം തന്നെയാണ് സതീശന്റെ. 25 വർഷമായിട്ട് സിറ്റിംഗ് MLA ആയിട്ട് തന്നെ തുടരുകയാണ്. അപ്പം ഇവിടെ ഒരു പരാജയം അദ്ദേഹം നേരിട്ടിട്ടില്ല. പരാജയം നേരിടാൻ സാധ്യത കുറവാണ്. സതീശൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് വന്നിട്ടില്ല. അതുണ്ടെങ്കിൽ ഇപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്ന നേതാവ് എന്നുള്ള നിലയ്ക്ക് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹം നല്ല രീതിയിൽ ശോഭിക്കും എന്നേ പറയാൻ പറ്റുള്ളൂ. കഴിവുറ്റുള്ള ആളാണ്. പിന്നെ ഒരു മുഖ്യമന്ത്രിയായിട്ട് വരുന്ന ആളെന്നുണ്ടെങ്കിൽ നിയമവശങ്ങളെ കുറിച്ചൊക്കെ നല്ല രീതിയിൽ അറിവുള്ള ഒരാളായിരിക്കണം. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ സതീശൻ മുഖ്യമന്ത്രിയായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും, നാടിന് നല്ലതായിരിക്കും. അതുകൊണ്ട് ചുമ്മാ ഒരു അറിവില്ലാത്ത ഒരാളെയാണ് നമ്മൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കാണെങ്കിൽ അല്ലെങ്കിൽ മറ്റ് മന്ത്രിമാരായിട്ട് എന്നുണ്ടെങ്കിൽ അവർ ഒരുപാട് പൊട്ടത്തരങ്ങളൊക്കെ ചെയ്യും. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള VD സതീശൻ്റെ സ്വന്തം മണ്ഡലമായ പറവൂരിലാണ്. നമുക്കറിയാം അടുത്ത നിയമസഭാ ഇലക്ഷൻ വരാനിരിക്കുകയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമെന്ന് പറയുന്നത് ആരായിരിക്കും മുഖ്യമന്ത്രി എന്നുള്ളതാണ്. ഇപ്പം കോൺഗ്രസ് അധികാരത്തിൽ വരികയാണെങ്കിൽ ഉറപ്പായിട്ടും അതിനകത്ത് ഏറ്റവും കൂടുതൽ ഉയർന്നു കേൾക്കുന്ന ഒരു പേരെന്ന് പറയുന്നത് VD സതീശൻ്റെതാണ്. അപ്പം പറവൂറുകാർക്ക് സ്വന്തം മണ്ഡലത്തിലെ ആളുകൾക്ക് VD സതീശനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്നും അതുപോലെ പറവൂരിലെ ജനങ്ങൾ അദ്ദേഹത്തെ മുഖ്യമന്ത്രിയായി കാണാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം. അപ്പം നമ്മുടെ പ്രതിപക്ഷ നേതാവിൻ്റെ സ്വന്തം നാട്ടുകാരനാണ്. അപ്പം ഇനി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് ഒരു മുഖ്യമന്ത്രി ആകാനുള്ള ഒരു സ്കോപ്പ് കാണുന്നുണ്ടോ? സ്കോപ്പ് കാണുന്നുണ്ട്. കാരണം എന്താണ്? ഈ മറ്റേ ഭരണപക്ഷത്തിൻ്റെ ചില വീഴ്ചകൾ അങ്ങനെ സംഭവിച്ചതൊക്കെയാണ്. ശബരിമല വിഷയം, പിന്നെ അങ്ങനെ ചില വിഷയങ്ങൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നിലവിലെ പിണറായി സർക്കാരിൻ്റെ ഭരണത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അത്ര നല്ല അഭിപ്രായമല്ല. എന്നാലും വലിയ മോശമായിട്ട് പറയാനും പറ്റില്ല. എന്നാലും അത്ര നല്ല അഭിപ്രായമല്ലെന്ന് പറയുമ്പോൾ ഭരണം കിട്ടാൻ ചാൻസ് ഇത്തിരി കുറവാണ്. പിണറായി വിജയൻ VD സതീശൻ രണ്ടുപേരും താരതമ്യം ചെയ്ത് നോക്കുകയാണെങ്കിൽ അടുത്ത മുഖ്യമന്ത്രി ആകാൻ ആരായിരിക്കുമെന്നാണ് തോന്നുന്നത്? ഇന്നത്തെ ട്രെൻഡ് അനുസരിച്ച്, കേരളത്തിൻ്റെ മൊത്തം ട്രെൻഡ് അനുസരിച്ച് VD സതീശൻ ആവാനാണ് സാധ്യത. തുറന്നു പറയാമല്ലേ, അങ്ങനെയാണ് സാധ്യത. പിണറായി വിജയൻ അത്ര മോശക്കാരനാണെന്നൊന്നും അഭിപ്രായമില്ല. പക്ഷേ പൊതുജനങ്ങളുടെ ഒരു ഇതിൽ വന്നപ്പോൾ ശബരിമല വിഷയം ഒരു നല്ലൊരു വിഷയമായി പ്രതിപക്ഷം അതിനെ മുതലെടുത്തു എന്നുള്ളതാണ് സത്യം. അതൊരു ഭയങ്കര ഒരു വീഴ്ച ഭരണപക്ഷത്തിനുണ്ടായി എന്നാണ് എൻ്റെ ഒരു തോന്നൽ. ഇപ്പം ഒരു പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ കടമ കൃത്യമായിട്ട് നിർവഹിക്കുന്നെന്ന് തോന്നുന്നുണ്ടോ? അതൊന്നും അത്ര വലിയ ഇതായിട്ടൊന്നും പറയില്ല. അവരുടെ ഒരു ചെറിയൊരു പോരായ്മ കൊണ്ടാണ് ഇവർക്ക് അധികാരം കിട്ടുന്നുള്ളതാണ് എൻ്റെ ശരിയായ ഒരു പോയിന്റ്, എൻ്റെ ഒരു അഭിപ്രായം. അത്രേ ഉള്ളൂ. ഇപ്പം പൊതുവെ ഉയർന്നു വരുന്ന ഒരു ആരോപണമുണ്ട് VD സതീശൻ BJP ആയിട്ട് ഒത്തുകളിക്കുന്നു എന്നുള്ള തരത്തിൽ. അതിനോട് ഉള്ളതല്ല ഇതൊക്കെ. അതിപ്പോൾ അങ്ങനെയൊക്കെയാണ്. അതിപ്പോൾ പലരും പല രീതിയിലും അങ്ങനെ വ്യാഖ്യാനിക്കാൻ കാര്യങ്ങളൊക്കെ ചെയ്യാം. അത് ചിലപ്പോൾ ജയസാധ്യത അനുസരിച്ച് എന്ത് വേണമെങ്കിലുമൊക്കെ ഒരു നീക്കുപോക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ പാർട്ടികളും ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. അതിവിടെ കേരളത്തിൽ ഒരു മിക്ക ജനങ്ങൾക്കും അറിയാവുന്നതാണ്. ഇപ്പോൾ ഒരു പറവൂരുകാരൻ എന്ന നിലയിൽ ഈ പറവൂര് മണ്ഡലത്തിൽ VD സതീശൻ്റെ പ്രവർത്തനങ്ങൾ എത്രത്തോളം സജീവമാണ്? വലിയ കുഴപ്പമില്ലാതെ പോട് അത്ര മോശ അഭിപ്രായമല്ല, അത്ര നല്ല അഭിപ്രായം തന്നെയാണ് VD സതീശൻ്റെ. 25 വർഷമായിട്ട് സിറ്റിംഗ് MLA ആയിട്ട് തന്നെ തുടരുകയാണ്. അപ്പം ഇവിടെ ഒരു പരാജയം അദ്ദേഹം നേരിട്ടിട്ടില്ല. പരാജയം നേരിടാൻ സാധ്യത കുറവാണ്. എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നല്ലൊരു പേര് പുള്ളിക്കുണ്ട് ഇവിടെ ഈ മണ്ഡലത്തിൽ. അപ്പം നല്ല രീതിയിൽ വികസനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടോ? അങ്ങനെ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ എങ്ങനെ വികസനം കൊണ്ടുവരും? അത് നടക്കില്ലല്ലോ. അത് ഭരണപക്ഷത്തല്ലേ പറ്റുള്ളൂ. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഒരു വികസനം ഇവിടെ കൊണ്ടുവരാൻ സാധിക്കില്ല. ഒരു MLA എന്ന നിലയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയാണ്? ഒരു ആവറേജ് എന്താ പറയാൻ പറ്റുള്ളൂ. 100% അത്ര ഇതായിട്ട് പറയാനും പറ്റുന്നില്ല. പിന്നെ ഒരു പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലും ഒരു MLA എന്ന നിലയിലും ഒരു പരിധിയുണ്ട്. എല്ലാ കാര്യത്തിലും ഒരു പരിധിയുണ്ട്.
അതനുസരിച്ച് നിൽക്കണം. വലിയ മോശം പറയാനും പറ്റില്ല. അപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ UDF വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? പ്രതീക്ഷിക്കുന്നുണ്ട്. UDF വരാനാണ് സാധ്യത. അത് അങ്ങനെ പ്രതീക്ഷിക്കാനുള്ളൊരു കാരണം എന്താണ്? കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, ഭരണപക്ഷത്തെ ചെറിയ വീഴ്ചകൾ പോലും ജനങ്ങളത് മനസ്സിലാക്കും. ഇന്നത്തെ ട്രെൻഡ് ഇതനുസരിച്ച് ഈ വാർത്താമാധ്യമങ്ങളും പിന്നെ വാർത്താ ചാനലുകളും എല്ലാം ഓരോ കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ ഭരണപക്ഷത്തുണ്ടാകുന്ന ഒരു വീഴ്ച ജനങ്ങൾ പൊതുവെ അറിഞ്ഞിരിക്കണം. അപ്പോൾ ആ ഒരു ഇത് വരും. പക്ഷേ ഇപ്പം നമുക്കറിയാം, ഇപ്പം ഒരുപാട് കാര്യങ്ങൾ, അതായത് പിണറായി സർക്കാരിനെ വിമർശിക്കുമ്പോഴും പെൻഷൻ അടക്കമുള്ള കാര്യങ്ങൾ അവർ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ UDF അധികാരത്തിൽ വരുമ്പോൾ അത് തുടർച്ചയായിട്ട് ജനങ്ങൾക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? പ്രതീക്ഷിക്കണമല്ലോ. അത് ജനങ്ങളുടെ അവരുടെ അവകാശമല്ലേ, അതവർ കൊടുത്തേ പറ്റുള്ളൂ. അത് അവരാരും ഇവിടെ കൊണ്ടുവന്ന് വന്നതൊന്നുമല്ല. അത് നമ്മുടെ നികുതി പണത്തിൽ നിന്ന് വാർദ്ധക്യം ബാധിച്ചവർക്ക് കൊടുക്കുന്നൊരു പെൻഷനാണത്. അത് കൊടുത്തേ പറ്റുള്ളൂ. അത് ആര് വന്നാലും, പ്രതിപക്ഷത്തിരിക്കുന്നവരും ഭരണപക്ഷത്തേക്ക് വന്നാലും അത് കൊടുത്തേ പറ്റുള്ളൂ. അതാണ് അതിൻ്റെ ശരി. അല്ലെങ്കിൽ പിന്നെ ഇതിനോട് ഭരിക്കുന്നതൊക്കെ പറയണത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ, ഉപകാരം ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ. ഇനിയിപ്പോൾ അവർ വന്നിട്ട് അത് കൊടുക്കില്ല എന്ന് പറയണതിൽ അതിൽ വലിയ അർത്ഥമൊന്നുമില്ല. നിലവിലിപ്പോൾ ജനങ്ങൾക്കിടയിൽ തന്നെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ LDF സർക്കാർ ഏത് വിധത്തിലും കടമെടുത്തിട്ടാണെങ്കിലും കേന്ദ്രത്തിൻ്റെ സഹായമില്ലാതെയും അവരുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകും. പക്ഷേ UDFന് അത് കഴിയുന്നില്ലെന്നൊരു ആരോപണം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം? പ്രതിപക്ഷത്തിരിക്കുന്നവർക്ക് ഞാൻ പറഞ്ഞില്ല നേരത്തെ, ഒരു പരിധിയുണ്ട് എന്ത് കാര്യത്തിനും. അവർക്ക് ഒരു വികസനത്തിൻ്റെ ഇതിൽ പറയാനേ പറ്റുള്ളൂ, പ്രവർത്തിക്കാനായിട്ട് അധികാരമില്ലല്ലോ. ആ ഒരു പോരായ്മയുണ്ട്, അത്രേ ഉള്ളൂ. അപ്പം ഇപ്പോഴത്തെ പ്രതിപക്ഷം ഭരണപക്ഷത്ത് വരികയാണെങ്കിൽ അവർ ഇപ്പോഴത്തെ നിലവിലെ LDF സർക്കാരിനേക്കാളും നന്നായിട്ട് ഭരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെയൊന്നും എനിക്ക് യാതൊരു അഭിപ്രായമില്ല. ഇതിങ്ങനെ ഭരണപക്ഷമായാലും പ്രതിപക്ഷമായാലും ഇങ്ങനെ ഒരേ ഭരണം, ഇത്ര വലിയ നല്ല ഭരണം ഇന്നിവിടെ ആരും കാഴ്ചവെച്ചിട്ടൊന്നുമില്ല. അത് ആ സമയത്ത് അങ്ങനെ അങ്ങോട്ട് പോകുന്നത്, അത്രേ ഉള്ളൂ. പിണറായി സർക്കാരിൻ്റെ കാലത്ത് ലോട്ടറിയിൽ, അതായത് ലോട്ടറി കച്ചവടക്കാർക്ക് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് ചേട്ടൻ നേരിട്ടത്? ഇത്തിരി നല്ല രീതിയിലല്ല പോകുന്നതായിട്ടാണ് പൊതുജനങ്ങളുടെ അഭിപ്രായം. ഇപ്പോൾ വന്ന് ടിക്കറ്റ് എടുക്കുന്നവർ പ്രൈസൊന്നുമില്ല, ധനമന്ത്രിയുടെ കുറ്റം പറയലും കാര്യങ്ങളും ഇതെല്ലാം ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. ഞങ്ങളാണത് മുഴുവൻ കേൾക്കുന്നത്. പ്രൈസൊന്നും കൊടുക്കുന്നില്ല, പിന്നെ 50 രൂപ വെച്ച് കൂട്ടുകയും ചെയ്തു, പ്രൈസ് കുറയ്ക്കണം എന്നൊക്കെ ഉള്ളൊരു തോന്നൽ ജനങ്ങളുടെ ഇടയിലുണ്ട്. അത് പൊതുവേ സത്യമാണ്. കാരണം ടിക്കറ്റിൻ്റെ വിൽപ്പന വളരെ കുറഞ്ഞ്, അതവർ ശ്രദ്ധിച്ചാൽ വളരെ ഉപകാരമായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. ഇനി വരുന്നവരായാലും ഇനി തുടർച്ചയായി ഭരണം കിട്ടാൻ സാധ്യത ഉണ്ടായാലും അങ്ങനെ തന്നെ വേണ്ടത്. കാരണം ഏറ്റവും സാധാരണക്കാരാണ് ഈ ലോട്ടറി ടിക്കറ്റ് വിറ്റുകൊണ്ട് നടക്കുന്നത്. അവർക്ക് ദോഷം വരുന്ന രീതിയിൽ വരുമ്പോൾ അത് മൊത്തത്തിൽ പൊതുജനങ്ങൾക്കൊരു ദോഷം തന്നെയാണത്. അപ്പം നമ്മുടെ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ മുഖ്യമന്ത്രി ആരായിരിക്കും എന്നുള്ളൊരു ആകാംക്ഷ ജനങ്ങൾക്ക് എല്ലായിടത്തും ഉണ്ട്. അപ്പം കൂടുതലും അതിനകത്ത് ഉൾപ്പെടുന്ന ഒരു പേരെന്ന് പറയുന്നത് VD സതീശൻ്റേതാണ്. അപ്പം അതിനെക്കുറിച്ച് ചേട്ടൻ്റെ ഒരു അഭിപ്രായം എന്താണ്? VD സതീശൻ വരുന്നതിൽ നമ്മൾക്കിങ്ങനെ പ്രതിഷേധമൊന്നുമില്ല. കാരണം നല്ലൊരു അഭിഭാഷകനാണ്. അപ്പം നാടിൻ്റെ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരാളാണ്. അപ്പം നിയമസഭയിൽ ഇപ്പോൾ ചെന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹം നമ്മുടെ നാടിന് വേണ്ടിയിട്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തതെന്ന് നമുക്കറിയാം. അപ്പോൾ അതിന് രാഷ്ട്രീയമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ കോൺഗ്രസിൻ്റെ ആളാണ്, അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ ആളാണ്. അപ്പോൾ അങ്ങനെ അദ്ദേഹം വരണം അങ്ങനെ പറയാൻ പറ്റില്ല. നല്ലൊരു പ്രതിനിധിയാണ്, നല്ലൊരു അഡ്വക്കേറ്റാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ അദ്ദേഹം വരണമെന്ന് തന്നെ പറയാനുള്ളൂ. ഞാൻ ഇടതുപക്ഷം ആയിക്കോട്ടെ, ഇനി BJP ആയിക്കോട്ടെ, മറ്റേതെങ്കിലും ആയിക്കോട്ടെ. അപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ നാടിന്, അത് പറവൂരിൻ്റെ നാടിൻ്റെ പ്രത്യേകത ഉള്ളത്, ഞങ്ങൾക്ക് അഭിമാനിക്കാം. ഞങ്ങളുടെ നാടിൻ്റെ ഒരു മുഖ്യമന്ത്രി ഞങ്ങൾക്കുള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് അത് കാര്യങ്ങൾ പറയണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഓഫീസിലോ ഇപ്പോൾ തിരുവനന്തപുരത്താണെങ്കിലോ എവിടെയാണെങ്കിൽ ഞങ്ങൾക്ക് ബന്ധപ്പെടാൻ സാധിക്കും. അപ്പോൾ ഞങ്ങൾക്ക് അദ്ദേഹം വരുന്നതിൽ താല്പര്യമുള്ളത്, അല്ല രാഷ്ട്രീയമല്ലല്ലോ അവിടെ ഉള്ളത്. അദ്ദേഹം വരണം എന്നാണ് അഭിപ്രായമുള്ളത്. അപ്പോൾ അദ്ദേഹം 25 വർഷമായിട്ട് ഇവിടുത്തെ സിറ്റിംഗ് MLA ആണ്. അപ്പം നിലവിൽ പറവൂർ മണ്ഡലത്തിന് വേണ്ടിയിട്ട് ഒരു MLA എന്ന നിലയിൽ അദ്ദേഹം എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളാണ് നടത്തിയിട്ടുള്ളത്? അദ്ദേഹത്തിൻ്റെ കഴിവിൻ്റെ പരമാവധി എല്ലാ മേഖലകളിലും, റോഡാണെങ്കിലും വെള്ളത്തിൻ്റെ കാര്യങ്ങളാണെങ്കിലും മറ്റ് എല്ലാ യാത്രാ മേഖലകളെല്ലാവരും അദ്ദേഹം ഭംഗിയായിട്ടൊക്കെ നടത്തിക്കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പോൾ എന്തെങ്കിലും ഇവിടുത്തെ ജനപ്രതിനിധികൾ അദ്ദേഹത്തോട് പറയുകയാണ് നമ്മളുടെ ഈ ഭാഗത്ത് ഇന്ന പോരായികളുണ്ട്. ഇപ്പോൾ ഒരു ഗ്രാമത്തിൻ്റെ ഒരു വികസനം, ഗ്രാമത്തിൽ റോഡിൻ്റെ അപര്യാപ്തതയുണ്ട്, ആ റോഡിൻ്റെ അപര്യാപ്തതയുണ്ട്, അങ്ങ് ഒരു MLA ഫണ്ട് എന്നൊക്കെ പറയും. അദ്ദേഹത്തിനെ കുറിച്ച് വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു കക്ഷിയാണ് ഈ അഡ്വക്കേറ്റ് എന്ന് പറയുന്നത് VD സതീശൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇതിൽ അത് എവിടെ നിന്നൊക്കെ ലഭിക്കാൻ പറ്റുമെന്നുള്ളതിൽ
ഇവിടുത്തെ നാടിൻ്റെ ഇപ്പോൾ MLA ആണെങ്കിലും അല്ലെങ്കിൽ പഞ്ചായത്ത് മെമ്പറാണെങ്കിലും അദ്ദേഹത്തെ സമീപിച്ചാൽ മതി. സമീപിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അറിയാവുന്ന ചില സ്രോതസ്സുകളുണ്ട്. മറ്റുള്ള ജനങ്ങളെക്കാളും കൂടുതലാണ്ട് പഞ്ചായത്ത് മെമ്പറേക്കാളും കൂടി അറിയുന്ന അത് ആ സ്രോതസ്സിലൂടെ ഈ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം പ്രവർത്തിക്കാറുണ്ട്. അദ്ദേഹത്തിന് അത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾ തന്നെയാണ്. അപ്പോൾ അതാണ് ഞങ്ങളെപ്പോഴുള്ള ആൾക്കാർ പറയുന്നത്. ഞാനിപ്പോൾ വേറെ കക്ഷിയായിക്കോട്ടെ ഏത് കക്ഷിയായിട്ട് അദ്ദേഹത്തിന് ഒരു അഭിമുഖം ആയിട്ട് സംസാരിക്കുന്നതിന് പുറത്ത് പറയണമല്ല, അല്ലാതെ ഒരു വ്യക്തിപരമായിട്ട് പറയുന്നത് നല്ലൊരു വ്യക്തിത്വമുള്ള ആളാണ്. നമുക്ക് അഭിമാനിക്കാവുന്നതാണ്. ഇപ്പോൾ നിലവിലെ ഇപ്പോൾ പിണറായി സർക്കാരിൻ്റെ ഭരണത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇപ്പോൾ കൂടുതലും അഴിമതി പിണറായി സർക്കാരിൻ്റെ കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ അത് അഴിമതിയൊക്കെ കുറിച്ച് പറയുന്നതൊക്കെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളിലൂടെയാണ് ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ. ജനങ്ങൾക്ക് എപ്പോഴും വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പെൻഷൻ കൊടുക്കുന്നത് ഏതാണ്ട് 60 ലക്ഷം പേർക്ക് ഉദ്ദേശം മുകളിൽ തന്നെ വൃദ്ധന്മാരായ ആളുകൾക്കും അല്ലാത്ത ആളുകൾക്ക് കിട്ടേണ്ടത് പെൻഷനുകളൊക്കെ കൃത്യമായിട്ട് ഇപ്പോൾ 2000 രൂപ വരെ എത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ വെറും 600 ഉണ്ടായിരുന്നു. അത് ചെറുതായിട്ട് വർദ്ധിച്ചാണ് ഈ 2000 രൂപയിലേക്ക് എത്തിയത്. അതൊക്കെ പിണറായി സർക്കാരിൻ്റെ ഒരു ഉമ്മൻചാണ്ടി ഇരിക്കുന്ന സമയത്ത് ഈ 600 രൂപയും കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റില്ല. ഇപ്പോഴും എല്ലാ മാസത്തെയും പെൻഷനുകൾ കിട്ടേണ്ടതായ അർഹതപ്പെട്ട ആളുകൾക്ക് കൃത്യമായിട്ട് പിണറായി സർക്കാർ സാധാരണക്കാരന് ഈ 2000 രൂപ വരെ കൊടുത്തുകൊണ്ടിരിപ്പുണ്ട്. അതൊക്കെ വലിയൊരു നേട്ടം തന്നെയാണെന്ന് പറയാൻ പറ്റുള്ളൂ. പിന്നെ അതുകൂടാതെ പറയുമ്പോൾ ഇവിടെ ഒരു 40 വർഷം മുമ്പാണ് NH വരാനുണ്ടായിരുന്നത്. പക്ഷേ NHന് വേണ്ടിയിട്ട് എല്ലാവിധ പ്രവർത്തനം ചെയ്തത് പിണറായി സർക്കാർ തന്നെയാണ്. മറ്റ് ഓരോ സർക്കാരുകൾ വന്ന് പറയുമ്പോൾ തമ്മിൽ തൊഴിച്ച് കുത്തതൊക്കെ പറയും. അങ്ങനെയാണ് ഈ സംഭവങ്ങളിലൂടെ നടക്കാതായി പോണത്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു ഇച്ഛാശക്തി ഉണ്ടായിരുന്നു. ഈ നാഷണൽ ഹൈവേ ഇവിടെ കൊണ്ടുവന്നിരിക്കണം. അദ്ദേഹത്തിൻ്റെ കാലത്തിനൂടെ നാഷണൽ ഹൈവേ വന്നു കഴിഞ്ഞതിന് തീരാനായിട്ട് നിസ്സാര വർഷങ്ങളെന്നൊക്കെ പറയുമെങ്കിൽ ചിലപ്പോൾ 6 മാസം കൊണ്ട് ചിലപ്പോൾ തീർന്നിരിക്കും. അപ്പോൾ ഫണ്ടുകൾ ഏതായിക്കോട്ടെ അതിൻ്റെ പകുതിയോളം പണം കേന്ദ്ര സർക്കാരിന് ഈ NH വരുന്നുണ്ട്. ഈ മുഖ്യമന്ത്രി ഇരിക്കുന്ന സമയത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ രാഷ്ട്രീയമായിട്ട് പറയും NHൻ്റെ നാഷണൽ ഹൈവേ അതോറിറ്റിയാണ് ഫുൾ പൈസ കൊടുത്തത്. അങ്ങനെയൊന്നും അല്ല. ശരിക്കും ഈ സംസ്ഥാന സർക്കാരിൻ്റെ എത്രയോ പെർസെൻ്റ് എന്ന് വരെ പറയാം. കൃത്യ പെർസെൻ്റൊന്നും രാഷ്ട്രീയക്കാർ പറയണ പോലെ എനിക്ക് പറയാൻ പറ്റില്ല. ഇത്ര 40% എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അത്രയൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുള്ള സർക്കാരാണ്. അപ്പോൾ പിന്നെ ഈ രാഷ്ട്രീയമായിട്ട് പെരുപ്പിച്ച് പറയുമ്പോൾ എന്താ പറയണത് കള്ളക്കടത്തും അതൊക്കെ പറയുന്നുണ്ട്. അതിനോടൊന്നും നമുക്കൊന്നും പ്രതികരിക്കാനൊന്നുമില്ല. അതൊക്കെ രാഷ്ട്രീയ ചർച്ചകളാണ്. അതൊക്കെ അടുത്ത തെരഞ്ഞെടുപ്പിൽ ആര് വിജയിക്കുമെന്നാണ് തോന്നുന്നത്? LDF ആണോ UDF ആണോ? അതിപ്പോൾ മുൻ വർഷങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കേരളത്തെ സംബന്ധിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 5 വർഷം LDF എന്നുണ്ടെങ്കിൽ അടുത്തൊരു 5 വർഷത്തേക്ക് UDF ആയിരിക്കും വരാറുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ ഇത് 3ാം വട്ടത്തിലേക്കാണ് പിണറായി സർക്കാർ പോകാൻ പോണത്. അങ്ങനെ നോക്കുമ്പോൾ ഇതിൻ്റെ അടുത്ത് വരാൻ UDF ആയിരിക്കാം. കാരണം അതാണ് ജനത്തിൻ്റെ ഇത്. എന്നുണ്ടെങ്കിൽ ആരെന്ത് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും മോശം കാര്യം ചെയ്തിട്ടുണ്ടെങ്കിലും ഇനി വേറൊരു മാറി വരുന്നൊരു ഭരണം വേണം എന്നുള്ള ജനം ആഗ്രഹിക്കുന്നത്. അതായിരിക്കും ഇന്ന് സംഭവിക്കാൻ പോണത്. പക്ഷേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സീറ്റ് പിടിക്കില്ല എന്നുള്ള കുറച്ച് സീറ്റുകൾ പിടിക്കുമായിരിക്കും എന്ന് മാത്രം പറയാൻ പറ്റുള്ളൂ. അപ്പോൾ പിണറായി വിജയനെയും VD സതീശനെയും കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ മുഖ്യമന്ത്രി പദവിക്ക് അർഹനായിട്ടുള്ള ആരായിരിക്കും? അത് VD സതീശൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് വന്നിട്ടില്ല. അതുണ്ടെങ്കിൽ ഇപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്ന നേതാവ് എന്നുള്ള നിലയ്ക്ക് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹം നല്ല രീതിയിൽ ശോഭിക്കും എന്നേ പറയാൻ പറ്റുള്ളൂ. കഴിവുറ്റുള്ള ആളാണ്. പിന്നെ ഒരു മുഖ്യമന്ത്രിയായിട്ട് വരുന്ന ആളെന്ന് പറഞ്ഞാൽ നിയമവശങ്ങളെക്കുറിച്ചൊക്കെ നല്ല രീതിയിൽ അറിവുള്ള ഒരാളായിരിക്കണം. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ VD സതീശൻ മുഖ്യമന്ത്രിയായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും, നാടിന് നല്ലതായിരിക്കും. അതുകൊണ്ട് ചുമ്മാ ഒരു അറിവില്ലാത്ത ഒരാളെയാണ് നമ്മൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കാണെങ്കിൽ അല്ലെങ്കിൽ മറ്റ് മന്ത്രിമാരായിട്ട് എന്നുണ്ടെങ്കിൽ അവർ ഒരുപാട് പൊട്ടത്തരങ്ങളൊക്കെ ചെയ്യും. ഇപ്പോൾ പല ആളുകളുണ്ട് അങ്ങനെ പൊട്ടത്തരം വ്യക്തമായിട്ട് കറക്റ്റായിട്ട് ചെയ്യുന്ന ഒരു വ്യക്തിത്വമുള്ളൊരു കക്ഷി തന്നെയാണ് VD സതീശൻ. അദ്ദേഹം എടുത്തു പറയാനുള്ളത് അറിവുള്ള വ്യക്തിത്വമാണ്. അതായത് ഒരു അഡ്വക്കേറ്റാണ്. അഡ്വക്കേറ്റ് ആണെങ്കിൽ നാടിൻ്റെ കാര്യങ്ങളെക്കുറിച്ചും നിയമവശങ്ങളെക്കുറിച്ചും നാടിനെ ദോഷമില്ലാത്ത അറിയുന്ന ഒരാൾ. അതാണ് അദ്ദേഹത്തിൻ്റെ എടുത്തെടുത്ത് പറയുന്നത്. ഒരു പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായിട്ട് നിർവഹിക്കുന്നെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും അദ്ദേഹം നടക്കുന്നില്ല. ഇപ്പോൾ മുഖ്യമന്ത്രിയാണെങ്കിലും മറ്റ് മിനിസ്റ്റർമാരാണെങ്കിലും നാട്ടിലെന്തെങ്കിലും തെറ്റ് ചെയ്തെന്നുണ്ടെങ്കിൽ അത് വളരെ കൂലങ്കജുഷമായിട്ട് ഇങ്ങനെ സംസാരിച്ച് അത് തെറ്റ് ചെയ്തതിന് തെറ്റാണെന്ന് ഒക്കെ സംസാരിച്ച് പോകുന്ന വ്യക്തിത്വം തന്നെയാണ്. അപ്പോൾ അവർ ആ തെറ്റിൽ നിന്ന് അവർക്കറിയാവുന്ന രാഷ്ട്രീയം ആയതുകൊണ്ട് അവർ വേറെ രീതിയിൽ പോയിട്ട് അവരുടെ ഭാഗം ശരിയാക്കാനും ഇവരുടെ ഭാഗം ശരിയാക്കാനും ശ്രമിക്കുന്നത്. പക്ഷെ അദ്ദേഹം അത് വിടാറില്ല. അതിനുവേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. ചിലത് ശരിയാവും,
ഇപ്പോൾ സ്വർണ്ണപ്പള്ളിയുടെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതൊക്കെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളിലൂടെ പോകുന്ന കാര്യമാണ് അതൊക്കെ. അപ്പം നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ്റെ സ്വന്തം നാട്ടുകാരനാണ് ചേട്ടൻ. അപ്പം ഈ അടുത്ത തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ നേതാവ് ആ സ്ഥാനത്ത് നിന്ന് മാറി മുഖ്യമന്ത്രി പദത്തിലോട്ട് അദ്ദേഹം വരുമെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും മുഖ്യമന്ത്രി പദവിയിലോട്ട് വരണമെന്നുള്ള ആഗ്രഹക്കാരനാണ് ഞാൻ. 25 വർഷമായി ഇവിടെ സിറ്റിംഗ് MLA ആയിട്ട് അങ്ങൊരു ജോലി ചെയ്യണത്. അപ്പോൾ അതിൻ്റെ പേരിൽ പുള്ളി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തന്നെ വരണമെന്നുള്ള താല്പര്യമുള്ള ഒരാളാണ് ഞാൻ. നിലവിൽ അദ്ദേഹത്തിന് ഈ മണ്ഡലത്തിൽ ഒരു തോൽവി നേരിടേണ്ടി വന്നിട്ടില്ല. അപ്പം ഇനിയും അത് തന്നെ ഇതുവരെയായിട്ടും തോൽവി നേരിട്ട് വന്നിട്ടില്ല, ഇനിയും വരാൻ സാധ്യതയില്ല. അദ്ദേഹം തന്നെ ജയിക്കുള്ളൂ, ആ കാര്യം ഉറപ്പാണ്. അപ്പം ജനങ്ങൾക്ക് ഇത്രയും താല്പര്യം വരാൻ എന്താണ് കാരണം? താല്പര്യം നല്ല കാര്യങ്ങൾ മാത്രമേ അങ്ങോട്ട് ചെയ്തിട്ടുള്ളൂ, അല്ലാത്ത ഒരു കാര്യത്തിൽ ഇടപെട്ടിട്ടുമില്ല, ചെയ്തിട്ടുമില്ല. ദോഷം തന്നെ ഒരു കാര്യങ്ങളും സതീശൻ ചെയ്തിട്ടില്ല ഇത്രയും വർഷമായിട്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ജനങ്ങൾ ഇത്രയും 25 വർഷമായിട്ട് ഇവിടുത്തെ സിറ്റിംഗ് MLA ആണ് അങ്ങനെ. ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തന്നെ വരണമെന്നുള്ള താല്പര്യക്കാരനാണ് ഞാൻ. നിലവിലെ പറവൂരിലെ വികസന പ്രവർത്തനങ്ങളിലൊക്കെ അദ്ദേഹം എത്രത്തോളം എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്നുള്ളത് എനിക്കറിയാൻ പാടില്ല. എന്നാലും പ്രധാനമായിട്ട് പല കാര്യങ്ങളും പുള്ളി ചെയ്തിട്ടുണ്ട്. ഇവിടെ വാട്ടർ ടാങ്ക് മുതൽ വെള്ളം കിട്ടാത്ത സമയം വരെ ഉണ്ടായിരുന്നു, അതൊക്കെ പുള്ളി പണിതേക്കണതാണ്. ഇപ്പം നിലവിലൊരു ഇപ്പോൾ LDF സർക്കാരാണ് ഭരിക്കുന്നത്. അപ്പം നിലവിൽ പ്രതിപക്ഷം എന്നുള്ളൊരു നിലയിൽ പ്രതിപക്ഷ നേതാവിൻ്റെ ഉത്തരവാദിത്തങ്ങൾ, അതായത് ഭരണകൂടത്തെ ഭരണത്തെ വിമർശിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും ചെയ്താറുണ്ട്. പുള്ളി പറയണ കാര്യങ്ങളൊക്കെ സത്യമുള്ള കാര്യങ്ങളാണ്, ഒന്നും മോശമായിട്ട് പറയണ കാര്യങ്ങളൊന്നുമല്ല. നല്ല മരിങ്ങുള്ള ആളാണ്. 25 വക്കീലുമാണ്. അതിൻ്റെ പേരിൽ നിലവിൽ നല്ല കാര്യങ്ങൾ മാത്രമേ അയാൾ ഈ പറവൂർ മണ്ഡലത്തിൽ ചെയ്തിട്ടുള്ളൂ. ഉറപ്പായിട്ടും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിൽ വരും. UDF അധികാരത്തിൽ വന്നാൽ പുള്ളി മുഖ്യമന്ത്രി ആകുമെന്നുള്ള താല്പര്യം എനിക്ക് അറിയാൻ പാടില്ല. മുഖ്യമന്ത്രി ആയാൽ നല്ലത്. 25 വർഷമായില്ലേ അങ്ങനെ നിൽക്കണത്, ഇനിയിപ്പോൾ 30-ാം വർഷത്തിലോട്ട് പോകണം, ഉറപ്പാണ്. നിലവിലെ പിണറായി സർക്കാരിന്റെ ഭരണത്തെക്കുറിച്ച് എന്താണ്? അതിനെപ്പറ്റിയൊന്നും എനിക്ക് പറയാനില്ല. ആ സർക്കാരിൻ്റെ ഭരണത്തെപ്പറ്റി ദോഷം പറയാനായിട്ടുള്ള അധികാരമൊന്നും എനിക്കില്ല. അവരെ നല്ല രീതിയിൽ കൊണ്ടുപോകണം. ഈ UDF വരണമെന്ന് ആഗ്രഹമുണ്ടോ? അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊന്നും ഇല്ല. ആര് ഭരിച്ചാലും ഇവിടുത്തെ ജനങ്ങൾ പണിയെടുത്താൽ ജീവിക്കാം, അത്രേ ഉള്ളൂ. പണിയെടുത്താൽ ജീവിക്കാം, അല്ലാതെ ആരും മന്ത്രിമാരൊന്നും കൊണ്ടുവന്ന കാര്യമൊന്നുമില്ല. എൻ്റെ താല്പര്യം അങ്ങനെയാണ്. ഇനി എന്തായാലും ചോദിക്കാണ്ടേ ചോദിച്ചോ. ഇപ്പം നേരത്തെ പറഞ്ഞു 25 വർഷമായിട്ട് അദ്ദേഹം ഈ മണ്ഡലത്തിൽ സിറ്റിംഗ് MLA ആണെന്ന് പറഞ്ഞു. അപ്പം നിലവിൽ ഏതെങ്കിലും ഒരു 2-3 കാര്യങ്ങൾ, അതായത് ഈ പറവൂരിലെ വികസനത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം കൊണ്ടുവന്ന എന്തെങ്കിലും പറയാം? മനസ്സിൽ ഓർത്തിട്ടില്ല. നിങ്ങളിങ്ങനെ വരുമോ എന്നുള്ള പ്രതീക്ഷ എനിക്കില്ല. അല്ലെങ്കിൽ ഞാനത് മനസ്സിൽ ഓർത്ത് വെച്ചേനെ നല്ല കാര്യങ്ങൾ എന്തൊക്കെ ചെയ്തേക്കണേ എന്നുള്ളത് എനിക്കറിയാം. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അദ്ദേഹം ചെയ്തിട്ടുണ്ട്, ആ കാര്യം ഉറപ്പാണ്. ചെയ്യാതിരുന്നിട്ട് ഈ മണ്ഡലത്തിൽ അത്രയും പ്രയത്നങ്ങൾ പുള്ളി ചെയ്ത് 25 വർഷമായില്ലേ, പിന്നെ ഒന്നും ചെയ്തിട്ടില്ലെന്ന് പറയാൻ പറ്റില്ല. ചെയ്തിട്ടില്ലേ, അതല്ലേ നിങ്ങൾ നോക്കേണ്ടത്. ശരിയെന്നാ. ഒരു പറവൂരുകാരൻ എന്ന നിലയിൽ വി ഡി സതീശൻ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുമെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും, ഉറപ്പായിട്ടും എനിക്ക് തോന്നുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു കോൺഗ്രസ്സാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ ഈ പുള്ളി നല്ലൊരു മെമ്പറാണ്. അപ്പോൾ അത് കാരണം സതീശൻ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വികസനം കൂടുതലും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. 25 വർഷമായിട്ട് അദ്ദേഹം സിറ്റിംഗ് MLA ആണ് ഇവിടെ. അപ്പോൾ അദ്ദേഹം ഇവിടെ ഈ മണ്ഡലത്തിൽ ഒരു തോൽവി നേരിട്ടിട്ടില്ല. അപ്പോൾ അത്രയും ജനങ്ങളുടെ ഒരു പിന്തുണ അദ്ദേഹത്തിനുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ ആ ഒരു പിന്തുണ അടുത്ത മുഖ്യമന്ത്രി പദത്തിലോട്ടുള്ള ഇതിലും കൂടെ കാണുമോ? തീർച്ചയായിട്ടും അതിനകത്ത് മുഖ്യമന്ത്രി സതീശൻ വരാനാണ് ഞങ്ങൾക്ക് ഒരുപാട്, എന്നെപ്പോലുള്ള ആൾക്കാർക്ക്, കുറച്ച് ആൾക്കാർക്ക് താല്പര്യം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ വികസന പ്രവർത്തനങ്ങൾ, ഈ പറവൂർ എന്ന മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളൊക്കെ എത്രത്തോളം സജീവമായിട്ടാണ്? ഒരുപാട് സംഭവങ്ങളുണ്ട്. ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരുപാട് റോഡുകളുണ്ട്. ഒരുപാട് പറഞ്ഞറിയിക്കാൻ പറ്റുന്ന സംഭവങ്ങളാണ് പുള്ളിച്ചാരൻ ചെയ്തേക്കുന്നത്. നിലവിലെ LDFന്റെ ഭരണത്തെക്കുറിച്ച് എന്താണ് തോന്നുന്നത്? അത് ഞാൻ ചിന്തിക്കാറില്ല. നമ്മൾ വർക്കിന് പോകും. ഇതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത്. അപ്പം അടുത്ത തെരഞ്ഞെടുപ്പിൽ ആര് വിജയിക്കുമെന്നാണ് തോന്നുന്നത്? UDF ആണോ LDF ആണോ? ചേട്ടൻ്റെ ഒരു അഭിപ്രായം എന്താണ്? തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞില്ലേ, ഉറപ്പായിട്ടും നമ്മുടെ ആ ടീം തന്നെ ജയിക്കുള്ളൂ. അപ്പം ഇനി അടുത്ത ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വി ഡി സതീശൻ മാറുമെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായും വി ഡി സതീശൻ വരണം എന്നാണ് എല്ലാവരുടെയും ആഗ്രഹം. നിലവിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിലേറുമെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായും വരും. അപ്പം ഈ പറവൂര് മണ്ഡലത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ 25 വർഷമായിട്ട് അദ്ദേഹം വി ഡി സതീശൻ സിറ്റിംഗ് MLA ആണ്. അദ്ദേഹത്തിന് ഇവിടെ ഒരു പരാജയം നേരിടേണ്ടി വന്നിട്ടില്ല. അപ്പോൾ അതിനുള്ള ഒരു കാരണമായിട്ട് എന്താണ് തോന്നുന്നത്? അല്ല, അദ്ദേഹം ഇവിടെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം ജയിച്ചു പോണതും. പിന്നെ അദ്ദേഹം മുഖ്യമന്ത്രി ആവണമെന്നും ഉള്ള എല്ലാ ആൾക്കാരുടെയും ആഗ്രഹം അത് തന്നെയാണ്.
25 വർഷത്തെ ഒരു വികസനത്തിൻ്റെ, അതായത് പറവൂരിലെ വികസനത്തെ വെച്ച് നോക്കുമ്പോൾ അദ്ദേഹം ഏതെങ്കിലും ഒരു 2-3 പദ്ധതികൾ അതായത് പറവൂരിനായിട്ട് അദ്ദേഹം കൊണ്ടുവന്ന പദ്ധതികൾ എന്തെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? അത് ഞാൻ കളമശ്ശേരിയിലാണ്, എന്നാലും ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം ചെയ്യേണ്ടതെന്നുള്ളത് നമുക്കറിയാം. ഇപ്പം നിലവിലെ ഒരു പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തം അദ്ദേഹം നല്ല രീതിയിലാണോ? തീർച്ചയായും അദ്ദേഹം നിറവേറ്റുന്നുണ്ട്. നിലവിലെ LDF സർക്കാരിൻ്റെ ഭരണത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? സർക്കാരൊക്കെ ഇതൊക്കെ തന്നെ, സ്വർണ്ണക്കള്ള കൊള്ള അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളും ഒക്കെ അടിപോയിരിക്കണം ഇപ്പോൾ.